വായനാപക്ഷമായി ആചരിക്കാനാണല്ലോ ഈ വർഷം തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് കൂടുതൽ വായിക്കാനുള്ള അവസരമുണ്ട്. ആ അവസരത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാപക്ഷം 2 ആഴ്ചക്കാലം വായനയുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കയ്പമംഗലം ഗ്രാമദീപം വായനശാല ഒരാഴ്ചക്കാലം ഈ ജൂലൈ മാസത്തിൽ അന്തരിച്ചവരോ ജനിച്ചവരോ ഒക്കെ ആയിട്ടുള്ള സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നതിനും അവരെ സ്മരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ന് ജൂലൈ 1-ാം തീയതിയാണ്. ജൂലൈ 1-ാം തീയതി കേരളത്തിലെ മഹാനായ നവോത്ഥാന സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിട്ടുള്ള പി കേശവദേവ് മരിച്ച ദിവസമാണ്. അദ്ദേഹം 1983 ജൂലൈ 1-ാം തീയതിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഏകദേശം 79 വർഷക്കാലം കേരളത്തിന് വേണ്ടി ജീവിച്ച് കേരളത്തിലെ സാഹിത്യ രംഗത്തെ മാത്രമല്ല രാഷ്ട്രീയ രംഗത്തെയൊക്കെ തന്നെ സമ്പുഷ്ടമാക്കിക്കൊണ്ടാണ് അദ്ദേഹം 79-ാമത്തെ വയസ്സിൽ വിട പറയുന്നത്. കേശവദേവനെ കുറിച്ച് ഈ ജൂലൈ മാസത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ചതും മരിച്ചതും ജൂലൈ മാസത്തിലാണ്. അദ്ദേഹം ജനിക്കുന്നത് 1904 ജൂലൈ 20-ാം തീയതിയാണ്. മരിക്കുന്നത് ജൂലൈ 1-ാം തീയതി. അങ്ങനെ ജൂലൈ മാസത്തിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കേശവദേവ്. കേശവദേവ് ഒരു കാലത്തെ കേരളത്തിലെ നവോത്ഥാന സാഹിത്യ രംഗത്തെ വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യത്തോടു കൂടി കേശവദേവിൻ്റെ പുസ്തകങ്ങളൊക്കെ തന്നെ വായിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. 70കളും 80കളും 60കളും ഒക്കെ തന്നെ കേശവദേവ് ഈ കേരള സാഹിത്യ പ്രസ്ഥാനത്തെ, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ സമ്പുഷ്ടമാക്കിയ കാലഘട്ടമാണ്. ഇപ്പോഴും കേശവദേവിൻ്റെ പുസ്തകങ്ങൾ വളരെ വലിയ രീതിയിൽ വായിക്കപ്പെടുന്നു എന്നുള്ളത് ആ പുസ്തകം മുന്നോട്ട് വെച്ച ആശയതലവും രാഷ്ട്രീയ തലവുമാണ് സൂചിപ്പിക്കുന്നത്. കേശവദേവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുള്ള, കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയിട്ടുള്ള പുസ്തകമാണ് അയൽക്കാർ. നമ്മളെല്ലാവരും വലിയ രീതിയിൽ വായിക്കപ്പെട്ടിട്ടുള്ളതാണ് അയൽക്കാർ. ആ അയൽക്കാർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൻ്റെ അവസാനം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: സാഹിത്യം എനിക്ക് ഒരിക്കലും ഒരു പ്രശ്നമായിരുന്നിട്ടില്ല. ജീവിതമാണ് എൻ്റെ പ്രശ്നം. ജീവിത സമരത്തിൻ്റെ തീക്ഷ്ണമായ രംഗങ്ങളിൽ പാഞ്ഞുകയറി സമരത്തിൽ കൂടി ജീവിതം പഠിച്ച് ജീവിതത്തെ നിരൂപണം ചെയ്യുവാനും വ്യാഖ്യാനിക്കുവാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. വാൽമീകിയും വ്യാസനും കാളിദാസനും ഷേക്സ്പിയറും ഹോമറും ഗോഥയും ടോൾസ്റ്റോയും എല്ലാം ജീവിച്ചു ജീവിതം പഠിച്ചവരാണ്. ജീവിതത്തെ നിരൂപണം ചെയ്തവരാണ്. ജീവിതത്തെ വ്യാഖ്യാനിച്ചവരാണ്. അവരത്രേ എൻ്റെ ഗുരുക്കന്മാർ. ഇതിൽ നിന്നും തന്നെ നമുക്ക് കേശവദേവ് ആരാണ് എന്ന് മനസ്സിലാവും. കാരണം കേശവദേവിനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു ആനന്ദദായകമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടല്ല, മറിച്ച് ജീവിതത്തെ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് അദ്ദേഹം സാഹിത്യത്തെ കണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ തന്നെ ഏറ്റവും മികച്ചതായി മാറുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം ഉടനീളം നമ്മൾ ജീവിതമൊക്കെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതമൊക്കെ ഒരു സമരോത്സുകമായിട്ടുള്ള ഒരു മനസ്സ് കൊണ്ട് നടന്നിട്ടുള്ള ആളാണ്. കേവലമായ അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ താൻ പ്രമാണിത്വത്തിന് വേണ്ടിയോ ആളാകാനോ വേണ്ടിയിട്ടല്ല, മറിച്ച് മാനവികതയിൽ ഊന്നിയ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്.
അതുപോലെ തന്നെ സ്വാതന്ത്ര്യം. ലോകത്തെ എല്ലാ സാഹിത്യകാരന്മാരും, ഗാന്ധിജി അടക്കമുള്ള ആളുകൾ, അവരൊക്കെ തന്നെ സ്വാതന്ത്ര്യത്തിനും മനുഷ്യ സ്വാതന്ത്ര്യത്തിനും വളരെ വലിയ വില നൽകി എന്നുള്ളത് കൊണ്ടാണ് അവരൊക്കെ തന്നെ മഹാന്മാരായി മാറിയിട്ടുള്ളത്. മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ആർക്കും ആരുടെ മേലിലും അധികാരം ചെലുത്താൻ ഒരു മാനവികതയിലൂന്നിയ സംസ്കാരത്തിന് കഴിയില്ല എന്നുള്ള ബോധ്യമുള്ള ആളുകളാണ് അവരൊക്കെ. അത്തരത്തിലുള്ള ബോധ്യം ഉള്ള ഒരു വ്യക്തിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേശവദേവ്. കേശവദേവ് കേരളത്തിൻ്റെ ഒരു വലിയ സ്വത്താണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം തകഴി, പൊൻകുന്നം വർക്കി, ബഷീർ, എസ്.കെ. പൊറ്റേക്കാട്, ഉറൂബ്, കേശവദേവ് എന്ന് പറയുന്ന ഈ ആളുകൾ ഈ ഒരു കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ മലയാള സാഹിത്യത്തിനെ സമ്പുഷ്ടീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ മാധ്യമം, സാഹിത്യം എന്ന് പറയുന്ന മാധ്യമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നവോത്ഥാന സാഹിത്യകാരന്മാർ എന്നാണ് ഇവരെ പറയുന്നത്. ആ നവോത്ഥാന സാഹിത്യകാരന്മാരിൽ ഏറ്റവും പ്രഥമഗണനീയൻ എന്ന് തന്നെ വേണമെങ്കിൽ പി കേശവദേവിനെ കുറിച്ച് പറയാം. കാരണം സാഹിത്യ രംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായിട്ടുള്ള ഓടയിൽ നിന്ന്, ആ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങുമ്പോൾ അത് വലിയ ഒരു മാറ്റമാണ് സാഹിത്യ രംഗത്ത് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. കേരളത്തിൽ മാത്രം എന്ന് പറയാൻ കഴിയില്ല, നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ തന്നെ വേണമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുവരെയുള്ള ഒരു നോവൽ ചരിത്രം, നോവലിൻ്റെ രീതി എന്ന് പറയുന്നത് ഒരു സവർണാധിപത്യ സ്വഭാവം ഉള്ളൊരു നോവൽ രീതി, അല്ലെങ്കിൽ ചന്തുമേനോൻ ഇവരെയൊക്കെ തന്നെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു നോവൽ 1941 പുറത്തിറങ്ങുന്നത്. 1941 ഓടയിൽ നിന്നും ഉണ്ടായതിന് ശേഷമാണ് സത്യത്തിൽ തകഴിയുടെ രണ്ടിടങ്ങഴിയൊക്കെ തന്നെ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ മാറ്റത്തിന് ആദ്യ തുടക്കം കുറിച്ച ഒരു വ്യക്തി എന്ന് നമുക്ക് പി കേശവദേവിനെ പറയാൻ കഴിയും. മാത്രമല്ല, കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് സിനിമയാക്കിയ കാര്യമൊക്കെ നമുക്കറിയാം. ആ ഓടയിൽ നിന്ന് സിനിമയാക്കി ഇപ്പോഴും കേരളത്തിലെ സിനിമാ പ്രസ്ഥാനം പലപ്പോഴും ഫിലിം ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുമ്പോഴും ഇപ്പോഴും ഓടയിൽ നിന്ന് പറയുന്ന ആ സിനിമയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്ന് പറയുന്നത് അത് അടിച്ചമർത്തപ്പെട്ടവരുടെ കഥയാണ്, അവരുടെ നന്മയുടെ കഥയൊക്കെ തന്നെയാണ് അതിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നോവൽ ചരിത്രത്തിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ പിറകെ അരികുവൽക്കരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ചരിത്രമില്ലാത്ത, സാഹിത്യമില്ലാത്ത, സംസ്കാരമില്ലാത്ത ഒരു വിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഓടയിൽ നിന്ന് എന്ന് പറയുന്ന നോവലിലൂടെ അദ്ദേഹം മുമ്പോട്ട് വച്ചത്. ആ ഓടയിൽ നിന്ന് പപ്പു എന്ന് പറയുന്ന കഥാപാത്രം, ആ പപ്പു എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ നോവൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ആ നോവലിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ അതിന് ചില ഒരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലമുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം അതിങ്ങനെയാണ് തുടങ്ങുന്നത്. അധ്യാപകൻ കോപം കൊണ്ട് വിറച്ചു. ഈ കുരുവിയെ ക്ലാസ്സിൽ കൊണ്ടുവന്നവൻ ആരാണ്? ഞാനാ സാർ. പപ്പു ഉത്തരം കൊടുത്തു. നീ ക്ലാസ്സിൽ നിന്നും പുറത്തു പോകും. അവൻ സാവധാനം എഴുന്നേറ്റു. കുരുവിയെയും കൊണ്ട് ക്ലാസിൻ്റെ വരാന്തയിൽ നിന്നു. മുറ്റത്തിറങ്ങി നിൽക്കടാ അധികാരി, അധ്യാപകൻ അലറി. പപ്പുവിന് കുലുക്കമുണ്ടായില്ല. അവൻ വരാന്ത വിട്ട് മുറ്റത്തിറങ്ങി നിന്നു. ശബ്ദമുണ്ടാക്കിയത് ആരെല്ലാമാണ്? ആ ചോദ്യം മറ്റു വിദ്യാർത്ഥികളോടായിരുന്നു. ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവരും എഴുന്നേറ്റിൽ. കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് നിന്നു. ചൂരൽ വടി കയ്യിലെടുത്തുകൊണ്ട് അയാൾ ആദ്യം നിന്ന കുട്ടിയുടെ അടുത്തെത്തി. കൈനീട്ട്. അവൻ കൈനീട്ടി. അയാൾ അവൻ്റെ കൈവെള്ളയിൽ 2 അടി കൊടുത്തു. അടുത്തതായി രണ്ടാമത് നിന്നവനും അടി കിട്ടി. മൂന്നാമനും അതുപോലെ തന്നെ അടി കിട്ടി. നാലാമതായി നിന്നിരുന്നത് സ്ഥലത്തെ ജന്മിയുടെ പുത്രനായിരുന്നു. അവൻ്റെ മുന്നിലെത്തിയതും അധ്യാപകൻ്റെ കോപം ആറി തണുത്തു. അയാൾ വളരെ മൃദുവായ സ്വരത്തിൽ അവനോട് ആരാഞ്ഞു, കുട്ടി ശബ്ദമുണ്ടാക്കിയോ?
അവൻ കുറ്റസമ്മതം നടത്തി. ഇനിമേലിങ്ങനെ ശബ്ദമുണ്ടാക്കരുത് കുട്ടി, ഈ പിള്ളേരോടൊന്നും കൂട്ടുകൂടരുത്. അവന് അങ്ങനെ ഒരു ഉപദേശം നൽകി. വാത്സല്യപൂർവ്വം അവൻ്റെ തോളത്ത് ഒരു തട്ടും തട്ടി. അയാൾ തൊട്ടടുത്ത് നിന്നിരുന്ന കുട്ടിയുടെ നേർക്ക് തിരിഞ്ഞു. അവനോടും മുമ്പ് മറ്റു കുട്ടികളോടും കാട്ടിയ അതേ കാർക്കശ്യത്തോടെ കൈ നീട്ടി അയാൾ കൽപ്പിച്ചു. അവൻ്റെ കൈകളയിലും അടി വീണു. അത്രയുമായപ്പോഴായിരുന്നു പപ്പു പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചു. അടിക്കരുത്, തൊട്ടുപോകരുത്. അധ്യാപകൻ ഞെട്ടിപ്പോയി. പപ്പു ഉറുക്കെ വിളിച്ചു പറഞ്ഞു, ഒരൊറ്റ കുട്ടിയെയും തൊട്ടുപോകരുത്. അതൊരു സിംഹക്കുട്ടിയുടെ ഗർജനമായിരുന്നു. ഇത് കേശവദേവിൻ്റെ ഓടയിൽ നിന്നെന്ന് പറയുന്ന നോവലിൻ്റെ ആദ്യ ഭാഗം, തുടക്കമാണ്. ഇത് യഥാർത്ഥത്തിൽ കേശവദേവിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹത്തിന് 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമാണ്. 7ാം ക്ലാസ്സിൽ നിന്നും പുറത്തു പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു ജീവിതഗന്ധിയായിട്ടുള്ള ഒരു നോവൽ സൃഷ്ടിക്കപ്പെടുന്നത് തൻ്റെ അനുഭവങ്ങളിൽ നിന്നാകുമ്പോൾ അത് വളരെ മൂർത്തമായതും സുന്ദരമായതുമായി മാറുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കാലത്ത് ഇത്തരം ഒരു നോവൽ, അതായത് ജന്മത്വത്തിനെതിരെ, സവർണതയ്ക്കെതിരെ, അത്രയും കാലം സവർണ വിഭാഗങ്ങൾക്ക് മാത്രം കഥ സൃഷ്ടിച്ചിരുന്ന കാലത്ത് ഈ പപ്പു എന്ന് പറയുന്ന കഥാപാത്രം, അപ്പോൾ തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 7ാം ക്ലാസ് വരെയാണ് കേശവദേവ് പഠിച്ചിട്ടുള്ളത്. അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ പുരോഗമന സാഹിത്യ രംഗത്ത് ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളൊരാളായി മാറിയെന്ന് മാത്രമല്ല, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ രംഗത്തെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ മാറി പോകുന്നത്. ഒട്ടേറെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഏറ്റവും ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ധാരാളം ജീവിതാനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് കേശവദേവ്. ചെറുപ്പകാലത്ത് തന്നെ ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജത്തിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് പോവുകയുണ്ടായി. അങ്ങനെയാണ് കേശവൻ പിള്ള എന്ന് പറയുന്ന കേശവദേവായി മാറുന്നത്. കേശവൻ പിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അത് അന്ന് അവിടെ ആര്യ സമാജത്തിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ 2 ഓപ്ഷനാണുള്ളത്. നിങ്ങളുടെ പേര് അവിടെ മാറ്റും. ആര്യ സമാജത്തിൽ ചേരുന്നതോടുകൂടി പേര് മാറുന്നു. ആ പേര് മാറുമ്പോൾ 2 ഓപ്ഷനുണ്ട്. ആ 2 ഓപ്ഷനിൽ ഒന്ന് ദാസ് എന്ന് അവസാനിക്കുന്ന പേരാകാം, അല്ലെങ്കിൽ ദേവ് എന്ന് അവസാനിക്കുന്ന പേരാകാം. കേശവദേവ് പറഞ്ഞു, എനിക്ക് ദാസനാകാൻ കഴിയില്ല. അത്രയധികം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം വളരെ ചെറുപ്പകാലത്ത്, അന്ന് 20 വയസ്സ് ഒക്കെ അദ്ദേഹത്തിനായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ 20 വയസ്സ് കാലഘട്ടത്തിന് തന്നെ പറയുകയാണ്, എനിക്ക് ദാസനാകാൻ കഴിയില്ല, ഞാൻ ദേവായിക്കൊള്ളാം. അങ്ങനെയാണ് അദ്ദേഹം ദേവായി മാറുന്നത്. അങ്ങനെ പിന്നീട് ആര്യ സമാജത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പിന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹം ബോധീശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, സുഗതകുമാരിയുടെ അച്ഛനായിട്ടുള്ള ബോധീശ്വരൻ, അതുപോലെ തന്നെ ബാലകൃഷ്ണപിള്ള, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും വേറൊരു അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ നിന്നും പുതിയൊരു ജീവിതത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. അക്കാലത്താണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹ സമരപ്പന്തലിലേക്ക്, ആ സമരം കാണുന്നതിനൊക്കെ തന്നെ പോകുന്ന ഒരു ചരിത്രമുണ്ട്. അന്നൊക്കെ 20-21 വയസ്സാണ് കേശവദേവന് ഉള്ളത്. അങ്ങനെ വീണ്ടും 1926 സഹോദരൻ അയ്യപ്പൻ, MC ജോസഫ് തുടങ്ങിയവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു. ആ ബന്ധകാലത്തും വളരെ രസകരമാണ്. ഏറ്റവും ആദ്യത്തെ ഇദ്ദേഹത്തിൻ്റെ ലേഖനമാണ് കേശവദേവ് എഴുതിയിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ ലേഖനം അച്ചടിച്ചു വരുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ സഹോദരനിലാണ് ആദ്യം അച്ചടിക്കുന്നത്. അതും വളരെ രസകരമാണ്. അന്ന് സഹോദരൻ അയ്യപ്പൻ ഹിന്ദുക്കളോട് ബുദ്ധ മതം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയാണുള്ളത്. കാരണം ആ ചരിത്രമൊക്കെ നമുക്കറിയാം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അക്കാലത്ത് ബുദ്ധമതം സ്വീകരിക്കാൻ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ സാഹചര്യത്തിൽ അതിനെതിരെ ലേഖനം എഴുതുകയും
ആ ലേഖനം സഹോദരൻ അയ്യപ്പൻ വാങ്ങി സഹോദരനിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ ലേഖനം വരുന്നത്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ അത് പ്രതിഷേധ സ്വരങ്ങളെ പോലും സ്വീകരിക്കാൻ കെൽപ്പുള്ള ഒരു സാമൂഹ്യ സ്ഥിതി നിലനിന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു 1926. പ്രത്യേകിച്ച് സഹോദരൻ അയ്യപ്പനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്വരങ്ങളെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന് നമുക്ക് ഈ കാലഘട്ടത്തിന്റെ ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് അപ്പോൾ ഗാന്ധിയിൽ ആകർഷണനാകുന്നു. പക്ഷെ ഗാന്ധിയിൽ ആകർഷണനാകുന്ന സമയത്ത് തന്നെ ഗാന്ധിജി ആകർഷണനാവുകയും ഗാന്ധി പ്രസ്ഥാനത്തോട് അടുക്കുകയും ചെയ്യുമ്പോഴാണ് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിക്കുന്നത്. അന്ന് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ച ആ വാർത്തയോട് ഗാന്ധിജി പ്രതികരിച്ചില്ല. അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അതിനപ്പുറമായിട്ട് അദ്ദേഹം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി, പ്രതിഷേധത്തിന്റെ ഭാഗമായി യങ് ഇന്ത്യ കീറി ഓടിപ്പോകുന്ന ചില കഥകളും കേശവദേവനെ കുറിച്ച് ഉണ്ട്. അതായത് ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ചിന്തയും അതുപോലെ തന്നെ ആ സ്വതന്ത്ര ചിന്തയിലൂടെ കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി ഉള്ള പ്രതികരണങ്ങളിലും അക്കാലത്ത് തന്നെ ഒരു പ്രതികരണ സ്വഭാവത്തോടു കൂടിയ, ഒരു നിഷേധയുടെ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ജീവിത പശ്ചാത്തലം അല്ലെങ്കിൽ ജീവിതാനുഭവമുള്ള ആളായിരുന്നു കേശവദേവ്. അതുപോലെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇവരൊക്കെ കണ്ടുവരുന്ന വഴിക്ക് ജോൺ റീഡിന്റെ പുസ്തകം വായിക്കാൻ ഇടയാണ്. അതായത് ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസങ്ങൾ, സോവിയറ്റ് റവല്യൂഷനെ കുറിച്ചുള്ള ആ കാലഘട്ടത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. പിന്നീട് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറുകയാണ്. ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ, മാർക്സിസത്തിൻ്റെക്ക് നീങ്ങുന്നു. അതിൽ ആ കാലത്ത് തന്നെ VT ഭട്ടതിരിപ്പാടിനെ കാണാൻ പോകുന്ന ഒരു ചരിത്രമുണ്ട്. VT ഭട്ടതിരിപ്പാടിനെ കാണാൻ പോവുകയും VT വളരെ ദാരിദ്ര്യത്തോടു കൂടിയാണ് VTയെ കാണാൻ പോകുന്നത്. കയ്യിലൊരു പൈസയില്ല, വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പോയി തിരിച്ചു പോരാൻ നേരത്ത് VT അദ്ദേഹത്തിന് കുറച്ച് പൈസയൊക്കെ എടുത്ത് കൊടുക്കുന്നു. ആ പൈസ കൊടുത്ത് തിരിച്ചു കൊടുത്ത് പോരുന്ന വഴിക്ക് 2 യുവാക്കൾ, കുമാരന്മാർ VTയുടെ മുറിയുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു കാര്യം കേശവദേവ് സ്മരിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന 2 ആളിൽ ഒരാള് ലോകത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നിരയിലുണ്ടായിരുന്ന, കേരളത്തിന്റെ അഭിമാനമായിരുന്ന, കേരളത്തിന്റെ ആദ്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ EMS നമ്പൂതിരിപ്പാടായിരുന്നു. EMS നമ്പൂതിരിപ്പാട് കേശവദേവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കാതോർത്ത കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന്, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്നും ഉള്ള മഹാത്മാ എന്ന് പറയുന്ന ഒരു മാസികയുടെ പത്രാധിപരാകുകയും ആ മാസികയിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തെ വിലയിരുത്തിക്കൊണ്ട് ഒരു ലേഖനം എഴുതുകയും ചെയ്തു. ആ ലേഖനം കണ്ടിട്ട് P. കൃഷ്ണപിള്ള അദ്ദേഹത്തെ, കേശവദേവനെ കാണാൻ വരികയും P. കൃഷ്ണപിള്ള കണ്ടതിന് ശേഷം എൻ്റെ ജീവിത ചിന്താഗതികളെ മാറ്റിമറിച്ച വ്യക്തി എന്ന് കേശവദേവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊക്കെ വലിയ രീതിയിൽ, കേരളം വലിയ രീതിയിൽ മനസ്സിലാക്കേണ്ട ചിത്രങ്ങളാണ് ഈ സാഹിത്യകാരന്മാർ സൃഷ്ടിച്ച. സാഹിത്യകാരന്മാർ ഒരു കാലത്ത് പുരോഗമന സാഹിത്യം വളരെ ബോധപൂർവം പണിയെടുത്തുകൊണ്ട് സൃഷ്ടിച്ച കേരളത്തെ കുറിച്ചുള്ള ചരിത്രത്തിൽ കേശവദേവനെ പോലുള്ള ആളുകൾക്ക് വലിയ പങ്കാണ് ഉള്ളത്. അതിനുശേഷമാണ് അദ്ദേഹം നോവലിലേക്കൊക്കെ തന്നെ, അതായത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തനങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് ആലപ്പുഴ സമരങ്ങളിലൊക്കെ തന്നെ വിവിധങ്ങളായ സമര രംഗത്തെ ഒരു പ്രധാനപ്പെട്ട വക്താവായിക്കൊണ്ട്, തൊഴിലാളികളുടെ സമരത്തിന് പ്രാസംഗികനായിക്കൊണ്ട്, വലിയ പ്രാസംഗികൻ എന്നുള്ള രീതിയിൽ പേരെടുത്ത ഒരു വ്യക്തി കൂടിയാണ് കേശവദേവ്. അതായത് അദ്ദേഹത്തിന്റെ നോവൽ സാഹിത്യരംഗത്തേക്ക് തിരിയുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും കേരള നിർമ്മാണ രംഗത്തും പുരോഗമന കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നവോത്ഥാന പിന്തുടർച്ച രംഗത്തും വലിയ രീതിയിൽ നേതൃത്വം നൽകി എന്നുള്ളതാണ് കേശവദേവിന്റെ കേരളത്തിൽ നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള വലിയ സംഭാവന. അദ്ദേഹത്തിന്റെ വിവാഹം അതൊരു പ്രധാനപ്പെട്ട ഒരു
ചരിത്ര സംഭവമാണ്. 1935 ആണ് ഗോമതി എന്ന് പറയുന്ന ഒരു ഈഴവ സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്താണ് സാഹചര്യം? ഗോമതി ഒരു നാടകക്കാരിയാണ്. ഗോമതി എന്ന് പറയുന്ന നാടകക്കാരി ഒരു ദിവസം ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തി ഈ ഗോമതിയെ തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഗോമതിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറുന്നു. ഗോമതിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അങ്ങനെ ഗോമതിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കുട്ടൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രമാണി തീരുമാനിക്കും. പക്ഷേ വിവാഹം സമയം എത്തുമ്പോൾ സമയത്ത് ഈ കുട്ടൻ അതിൽ നിന്നും പിന്മാറുന്ന സമയത്ത് ധൈര്യപൂർവം, അക്കാലത്ത് ഇദ്ദേഹം ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്, അക്കാലത്ത് ഗോമതിയെ ആ പൊതുസ്ഥലത്ത് വച്ച് കൈപിടിച്ച് പോയിക്കൊണ്ട് അതിനോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഗോമതിയുമായി ദീർഘകാലമുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഗോമതിയായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നു. പക്ഷെ ഈ വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ തന്നെ അന്ന് വരെ കേശവദേവ് സമ്പാദിച്ച സാധനങ്ങളെല്ലാം ഗോമതിക്ക് നൽകിക്കൊണ്ടാണ് കേശവദേവ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളൊക്കെ പോയതിനു ശേഷം 1955 അദ്ദേഹം പിന്നീട് സീതാലക്ഷ്മിയെ വിവാഹം കഴിക്കുന്നു. വേറൊരു സ്ത്രീ സീതാലക്ഷ്മിയെ വിവാഹം കഴിക്കുന്നു. അതിലൊരു കുട്ടിയും അദ്ദേഹത്തിനുണ്ട്. മറ്റ് ഗോമതിയിൽ കുട്ടികളില്ല, സീതാലക്ഷ്മിയിലാണ് കുട്ടി ഉള്ളത്. പിന്നീട് ആ 55 ശേഷം 41 ഓടയിൽ നിന്ന് വരുന്നു. പിന്നീട് ഒട്ടേറെ പുസ്തകങ്ങൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള നോവലുകൾ ഒരു 40 വർഷക്കാലത്തിനിടയ്ക്ക് 40 വർഷക്കാലത്തിനിടയ്ക്ക് അദ്ദേഹം 28 നോവലുകൾ എഴുതിയിട്ടുണ്ട്. എല്ലാ നോവലുകളും, ചെറു നോവലുകൾ അടക്കം 28 നോവലുകൾ. ആ നോവലുകൾ അടക്കം തൻ്റെ സാഹിത്യപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട ഇതാണ്, നമ്മളൊക്കെ തന്നെ ധാരാളം വായിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരു സുന്ദരിയുടെ കഥ. അതുപോലെ തന്നെ ഓടയിൽ നിന്ന് ഉള്ളത് കുഞ്ചുക്കുറുപ്പിൻ്റെ ആത്മകഥ, ഞൊണ്ടിയുടെ കഥ, ഈ അതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അയൽക്കാരെന്ന് പറയുന്ന കൃതി. ഇതുപോലെ തന്നെ ചെറുകഥ രംഗത്ത് 18 ചെറുകഥാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതുപോലെ നാടകങ്ങൾ 11 നാടകങ്ങൾ, ഒരു പൂർണ്ണ നാടകങ്ങൾ എന്നുള്ള നിലയ്ക്ക് 11 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. 7 ഏകാംഗ നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ഉപന്യാസങ്ങൾ. അതിൽ അഗ്നിയും സ്ഫുലിംഗവുമാണ് നേരത്തെ ഞാൻ പറഞ്ഞ സഹോദരൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിന്റെ കഥകളും മറ്റും എല്ലാം തന്നെ അക്കാലത്ത് ധാരാളമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മകഥാപരമായിട്ടുള്ള എതിർപ്പ്, ഓർമ്മകളുടെ ലോകത്തിൽ, കേശവദേവ് 4 നൂറ്റാണ്ടിന് മുമ്പ്, തിരിഞ്ഞുനോട്ടം തുടങ്ങിയ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളും ഇത്തരത്തിൽ ഒരു ജീവിതാനുഭവങ്ങളിൽ നിന്നും തൻ്റെതായ ഒരു നിർണയത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെതായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തി ആണ് അദ്ദേഹം. 1950കളിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് തന്നെ തെറ്റിപ്പിരിയും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തെറ്റിപ്പിരിയുന്നതിന് കാരണം സോവിയറ്റ് യൂണിയനിലൊക്കെ തന്നെയുള്ള അനുഭവങ്ങളാണ്. അവിടെ ഉണ്ടായിട്ടുള്ള സ്റ്റാലിൻ്റെ അനുഭവങ്ങൾ, ഇവിടെയുള്ള ആളുകളുടെ പെരുമാറ്റങ്ങൾ, അക്കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇതിൽ നിന്നും അദ്ദേഹത്തിന് അതിശക്തനായ വിമർശകനായി മാറുന്നു. പക്ഷെ അദ്ദേഹം വിമർശകനായി മാറുമ്പോഴും കേരളം അംഗീകരിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. സാമൂഹ്യ രംഗത്ത് അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത്, പുരോഗമന സാഹിത്യ രംഗത്ത് കേരളത്തിന് ആവശ്യമായ ഒരു വ്യക്തിയാണ് എന്ന് തന്നെ ഇടതുപക്ഷവും, കേരളത്തിൻ്റെ ഉജ്ജ്വല പാരമ്പര്യമുള്ള ഇടതുപക്ഷവും അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധം വേർപ്പെടുത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 1974 മുതൽ അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആകുന്നത്. സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആകുന്നത് അച്യുതമേനോന്റെ കാലഘട്ടങ്ങളിലാണ്. ഇതുപോലെ 1974 ആണ് അച്യുതമേനോന്റെ കാലത്താണ് അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആകുന്നത്. അതായത് ഒരു പ്രാഥമിക പഠനം
7ാം ക്ലാസ്സിൽ വെച്ച് അവസാനിപ്പിച്ച ഒരു വ്യക്തി കേരള സാഹിത്യ അക്കാദമിയുടെ കേരളത്തിൻ്റെ സാംസ്കാരിക നേതൃത്വത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. കലഹിച്ചും അതുപോലെ തന്നെ തൻ്റേതായ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയും മികച്ച രീതിയിലുള്ള സാഹിത്യ രംഗത്തെ മികച്ച ഇടപെടലുകൾ നടത്തിയും അദ്ദേഹം കേരളത്തിൻ്റെ മനസ്സ് ഏറ്റെടുത്തു എന്ന് വേണം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കൃതി ഏത് ആണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഓടയിൽ നിന്നായിരിക്കും ഏറ്റവും മികച്ച കൃതി എന്നൊക്കെ പറയും. പക്ഷേ സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അയൽക്കാർ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു കൃതിയാണ് അയൽക്കാർ എന്നുള്ള പുസ്തകം, നോവൽ സത്യത്തിൽ കേരളത്തിലെ ആളുകളൊക്കെ തന്നെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. കാരണം ഒരു കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച്, ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്നും വേറൊരു കാലഘട്ടത്തിലേക്കുള്ള ഒരു ചേഞ്ച്, ഒരു മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മുടെ അയൽക്കാർ തന്നെ വായിക്കണം. ഗുപ്തനാര് ഒക്കെ പ്രൊഫസർ ഗുപ്തനാര് പറയുന്നത്, നായർ, ഈഴവ, ക്രിസ്ത്യൻ സമുദായങ്ങൾ അർത്ഥമനസ്സോടെ ഫ്യൂഡൽ ജീവിത രീതിയോട് വിട പറഞ്ഞ് പുതിയ കാലഘട്ടത്തെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ കാലാനുഗതമായ സംഭവ വിവരണമാണ് അയൽക്കാരെന്നാണ്. അതായത് പത്മനാഭപിള്ളയുടെ കഥയാണ് എന്നൊക്കെ തന്നെ ചില ആളുകൾ, അല്ലെങ്കിൽ 2 നായർ കുടുംബങ്ങളുടെ കഥയാണ് അയൽക്കാർ എന്ന് ഒക്കെ തന്നെ ലളിതമായ രീതിയിൽ ആളുകൾ പറയുമെങ്കിലും അതിനൊരു വലിയ ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്നും ഉള്ളൊരു മാറ്റം ആണ് അത് കാണുന്നത്. വലിയ രീതിയിലുള്ളൊരു മാറ്റമാണ്. അതിലൂടെ കേരളത്തിനോട് പറയാനുള്ള ഒട്ടേറെ കാര്യങ്ങൾ അയൽക്കാർ എന്ന് പറയുന്ന ആ ചെറു നോവലിലൂടെ കേശവദേവ് പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്. അതില് ഒരു സുമതിയമ്മ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. ആ സുമതിയമ്മയുടെ ഒരു ആ കഥാപാത്രത്തിൻ്റെ കുറിച്ചും ആ സാഹചര്യത്തെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. താണ ജാതിക്കാരൻ കുഞ്ഞൻ മംഗലശ്ശേരി തറവാട്ടിലെ കാര്യസ്ഥനാണ്. അവിടുത്തെ കാര്യങ്ങൾ ഏറ്റവും സമർത്ഥവും സ്തുത്യാർഹവുമായ രീതിയിൽ നോക്കിപ്പോരുന്നതും പ്രതിയോഗികളുടെ എല്ലാ കടന്നാക്രമണങ്ങളിൽ നിന്നും അവരെ നോക്കി തീറ്റിപ്പോറ്റുന്നതും പച്ചാഴി തറവാട്ടിലെ അവന്മാർക്ക് സഹിച്ചില്ല. അതായത് അപ്പുറത്തെ തറവാട്ടുകാർക്ക്, 2 തറവാട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണ്. മംഗലശ്ശേരി തറവാട്ടുകാർ നന്നാവുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ സന്തോഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പച്ചാഴി തറവാട്ടിലെ ആളുകൾ. അങ്ങനെ ആ പച്ചാഴി തറവാട്ടിലെ അവന്മാർക്ക് സഹിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മംഗലശ്ശേരി തറവാട്ടിലെ സ്ത്രീകളും കുട്ടികളും അമ്പലത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് കണ്ട കുറുപ്പ് മുമ്പിൽ നോക്കാതെ എന്തു പ്രവർത്തിക്കുന്ന സാഹസികനായ ദാമോദരക്കുറുപ്പ് വിളിച്ചു പറഞ്ഞു, ദാ പോകുന്നു കുഞ്ഞന്റെ ചോത്തികൾ. മംഗലശ്ശേരി തറവാട്ടിലെ സ്ത്രീകൾ കുഞ്ഞന്റെ വേപ്പാട്ടികളാണെന്നാണ് അയാൾ പറഞ്ഞത്. അതിനുശേഷം കേശവദേവ് എഴുതുകയാണ്, സുമതിയമ്മ അയാളെ ഒരൊറ്റ ആട്ടുകാട്ടി. അമ്പലക്കെട്ടിടവും അമ്പലപ്പറമ്പും വിറച്ചുപോയി. ദേവ് എഴുതുന്നു, ശ്രീകോവിലിലെ ദുർഗ അവിടെ തന്നെ ആയിരുന്നുവോ എന്ന് സംശയിച്ചിട്ട് ദേവ് തുടരുന്നു. അവർ മുന്നോട്ട് കുതിച്ചു. മര്യാദ കെട്ട ആ തെമ്മാടിയോട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, എടാ പട്ടി, നിനക്കൊന്നുകൂടി പറയാമോടാ അത്? ആൾക്കൂട്ടം സ്തംഭിച്ചുപോയി. സുമതിയമ്മ ഒന്നുകൂടി വിളിച്ചു ചോദിച്ചു, പറയടാ പട്ടി. സുമതിയമ്മയുടെ ആ ആട്ട് കേരളീയരുടെ മുഴുവൻ ഓർമ്മയിൽ
കേരളത്തിന്റെ സ്ത്രീത്വത്തിന്റെ രണഭേരിയായി എന്നെന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും. വളരെ പ്രാധാന്യമുള്ളതാണ് ഈ നോവൽ. ഇത്തരം ഇദ്ദേഹം കേശവദേവ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നോവൽ എഴുത്ത് അല്ലെങ്കിൽ കഥ എഴുത്ത് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് നേരെ കഥ പറയുന്ന രീതിയാണ്. നമ്മുടെ ഉത്തരാധുനിക സ്വഭാവങ്ങൾ ഒന്നും എൻ്റെ ലാഞ്ചനകളില്ലാതെ നേരിട്ട് കഥ പറയുന്ന രീതി. ആ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിലെ മാറ്റത്തിൽ ഒരു സ്ത്രീകളുടെ ഉറച്ച പ്രതിരോധത്തിന്റെ ഒരു തീനാമ്പാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ, അതായത് അയൽക്കാർ എന്ന പുസ്തകത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. അയൽക്കാർ വളരെ രീതിയിൽ വായിക്കപ്പെടുകയും വിവിധ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും എക്കാലത്തും കേശവദേവ് എന്ന് ഒരാൾ പറയുമ്പോൾ ഓർക്കപ്പെടുന്നത് ആദ്യം നമ്മുടെ പേര് വരിക ഈ അയൽക്കാരും, പിന്നെ നമ്മുടെ പേര് വരിക ഓടയിൽ നിന്നുമാണ്. ഓടയിൽ നിന്ന് കേരളത്തിലെ ചരിത്രം സൃഷ്ടിച്ച, നമുക്ക് വീണ്ടും ഒട്ടേറെ അവാർഡുകളൊക്കെ തന്നെ നേടിത്തന്ന സിനിമ കൂടിയാണ് ഓടയിൽ നിന്ന്. ഇപ്പോഴും സത്യന്റെ എന്ന് പറയുന്ന പപ്പു എന്ന് പറയുന്ന കഥാപാത്രത്തെ കേരളത്തിലെ ആളുകൾ, സിനിമാ സ്നേഹികൾ മാത്രമല്ല മറ്റുള്ള ആളുകളൊക്കെ തന്നെ ആ പപ്പു എന്ന കഥാപാത്രത്തെ കാലത്തും ഓർക്കും എന്നുള്ളതിൽ സംശയമില്ല. അതായത് കേശവദേവ് എന്ന് പറയുന്നത് കേരളത്തെ സൃഷ്ടിക്കുന്നത് ഇതിൽ തൻ്റെതായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരനാണ് എന്ന് മാത്രമല്ല, ദീർഘകാലത്തിന്റെ അനുഭവത്തിലൂടെ, അറിവിലൂടെ അദ്ദേഹം സ്വയം മാറാനും ആ മാറ്റത്തിൽ നിന്നും ഉൾക്കൊള്ളാനും അതനുസരിച്ച് കൂടുതൽ ചിന്തകൾ സൃഷ്ടിക്കാനും അതനുസരിച്ച് സമൂഹത്തിന് വേണ്ടി സാഹിത്യ സൃഷ്ടി നടത്താനും ആ സാഹിത്യ സൃഷ്ടി ഒരിക്കലും മരിക്കാത്ത ചരിത്ര സാഹിത്യ ബോധമാക്കി കേരള സമൂഹത്തിൽ നിലനിർത്താനും കഴിഞ്ഞു എന്നുള്ളതാണ് കേശവദേവിൻ്റെ പ്രാധാന്യം. തീർച്ചയായും കേശവദേവിനെ പോലുള്ള കേരളത്തിൻ്റെ സാഹിത്യ സമ്പത്ത് എല്ലാ കാലത്തും ഓർമ്മിപ്പിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് നമ്മുടെ ഈ പക്ഷാചരണം വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.